ട്രംപ് ഭരണകൂടത്തിൽ സ്ത്രീ വാഴില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിൽ DHS സെക്രട്ടറി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്രട്ടറി ക്രിസ്റ്റി നോം, അവർ വിവാദത്തിലായത് ഇവിടെയുള്ള അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയക്കുന്ന, നമുക്കറിയാം ഇന്ത്യയിലേക്കൊക്കെ ചങ്ങലക്കിട്ട് കയറ്റി അയക്കുന്ന ആ വിഭാഗത്തിൻ്റെ തലപ്പത്തിരുന്ന സ്ത്രീയാണ്. കുതിരപ്പുറത്ത് പോകുന്ന ഏകദേശം ഒരു $250 മില്യൺ സർക്കാരിൻ്റെ ചെലവിൽ സ്വയം പരസ്യം കൊടുത്ത് കുതിരപ്പുറത്തിരിക്കുന്നതും വളരെ ഒരു വെള്ളക്കാരിയായ സ്ത്രീ. അവർ പുറത്താക്കുകയല്ല, ട്രംപ് അവർക്ക് രാജിവെക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കായിരുന്നു. അവിഹിത ബന്ധത്തിൻ്റെ പേരിലാണ്. അത് ഒരു ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിനെ മൊറാലിറ്റി, ഓൺ ദ ബേസിസ് ഓഫ് മൊറാലിറ്റി ചിലപ്പോൾ ആണെങ്കിൽ അവരെ പിരിച്ചുവിടുകയല്ല, അവരെ ട്രംപിന് പിരിച്ചുവിടേണ്ടി വരും, അല്ലെങ്കിൽ അവർ രാജിവെക്കാനുള്ള അവസരം കൊടുക്കും. അതിൻ്റെ പേരിലാണ് ക്രിസ്റ്റി നോം പുറത്തായത്. എന്നാൽ ഇന്ന് വരുന്ന വാർത്ത, അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ തലപ്പത്തുള്ള തുളസി ഗബാർഡ്, അവരാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഹിന്ദു വനിത, ഏക ഹിന്ദു രാഷ്ട്രീയക്കാരിയാണ് തുളസി ഗബാർഡ് ഹവായിൽ നിന്നുള്ളൊരു കോൺഗ്രസ് വുമനൊക്കെ ആയിരുന്നു. ഡെമോക്രാറ്റിക് പാർട്ടിയിലായിരുന്നു അവർ ട്രംപിന് ശരിക്കും ഈ 2024 ഇലക്ഷനിൽ ഭയം വന്നപ്പോൾ സ്വാധീനിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. കാരണം ട്രംപിന് ഭയം ഉണ്ടായിരുന്നു തോൽക്കുമെന്ന്. അപ്പോഴാണ് എലോൺ മസ്ക് വരുന്നു, തുളസി ഗബാർഡിനെ പിടിച്ചു കൊണ്ടുവരുന്നു, അങ്ങനെ ഒട്ടനവധി. കാരണം ഈ നമ്മുടെ കഴിഞ്ഞ ഇലക്ഷന് കമല ഹാരിസായിട്ട് അദ്ദേഹത്തിന് നെക്ക് ടു നെക്ക് കോമ്പറ്റീഷൻ ആയിരുന്നു. അങ്ങനെ ട്രംപിനെ പിന്തുണയ്ക്കാൻ വേണ്ടി ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ വന്ന സ്ത്രീയാണ് തുളസി. ആ തുളസി ഇന്ന് രാജിവെക്കുകയാണ്. അപ്പം അവർ പുറമേക്ക് പറയുന്ന കാരണം, അദ്ദേഹത്തിൻ്റെ ഭർത്താവിന്, അതായത് തുളസിയുടെ ഭർത്താവിന് ഒരു ബോൺ മാരോ ക്യാൻസർ ഉണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളൊരു കാര്യമാണ് പുറമേക്ക് പറയുന്നത്. എന്നാൽ ഈ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട്, അവർ യുദ്ധത്തിനെതിരാണ്, ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് തുളസി ഗബാർഡിന് ഒട്ടനവധി വിമുഖത ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിന് പോകരുതെന്നൊക്കെ ട്രംപിനെ അഡ്വൈസ് ചെയ്തിരുന്നു. ഇതിൽ വേറൊരു കാര്യം, ട്രംപ് ഭരണകൂടത്തിനുള്ളിൽ വിള്ളൽ വേറെ, അതായത് അടച്ചിട്ട മുറിക്കുള്ളിൽ അടിപിടി നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തിനേറെ പറയുന്നു, JD വാൻസും ട്രംപും തമ്മിൽ വാഗ്വാദങ്ങൾ നടന്നു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. കാരണം ഈ യുദ്ധത്തിൻ്റെ പേരിൽ ട്രംപിനെ ഒരു പക്ഷേ നെത്തിനാഹു കൊണ്ട് ചാടിച്ചതാണെന്ന് പോലും പറയുന്നവർ അമേരിക്കൻ വാഷിങ്ടണിലുണ്ട്. അപ്പോൾ തുളസി ഗബാർഡിൻ്റെ ഈ ഇതിനോട് കൂടിയിട്ട്, രാജിയോട് കൂടിയിട്ട് ഒരു പക്ഷേ ട്രംപ് വിചാരിച്ചോടത്ത് കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കുന്നില്ല. കാരണം ഈ യുദ്ധത്തിന് കൈവയ്ക്കും ചെയ്തു, നാശനഷ്ടങ്ങളായിട്ട് 42ഓളം യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇത് ട്രംപിനുള്ള പിന്തുണ കുറഞ്ഞു വരാണ്. ഇപ്പോൾ അവിടെ ഇനിയിപ്പോൾ വെറുതെ ഇറങ്ങിപ്പോരാനും പറ്റില്ല, എന്നാൽ ഇതിൽ അവിടെയുള്ള അണുവായുധം എന്തെങ്കിലും ചെയ്യാണ്ടും പറ്റില്ല. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പറഞ്ഞിരിക്കുന്നത് അവിടെ നമ്മൾ പാലിയങ്കര ടോൾ എന്നൊക്കെ പറയണം, ടോള് പിരിക്കാൻ കപ്പൽ വഞ്ചി കടത്തി വിടുന്നതിന് ടോള് പിടിക്കാനുള്ള പരിപാടിയായിട്ടാണ് ഇറങ്ങിയത്. ഇതൊന്നും സമ്മതിക്കില്ല എന്നാണ് ഇത് പറയുന്നത്. അതായത് ഒമാനായിട്ട് കൂട്ടുപിടിച്ചിട്ടാണ്, ഇറാൻ ഒമാനുമായിട്ട് കൂട്ടുപിടിച്ചിട്ടാണ് ടോള് പിരിക്കാൻ പോണേ ഹോർമുസ് കടലിടുക്കിൽ. അപ്പോൾ അവിടെ ഇപ്പോൾ അമേരിക്കൻ സേന ഓൾറെഡി ഒരു കോട്ട പണിതിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എവിടെ വരെ എത്തിച്ചേരും എന്നുള്ളതിനെ കുറിച്ചാണ് ഇത് പോകുന്നത്. അപ്പം പെണ്ണ് വാഴാത്ത ട്രംപ് ഭരണകൂടം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതും ഹിന്ദുവായ ഒരു പെണ്ണ്, അത്രയും തലപ്പത്താണ് അവരിയ്ക്കുന്നത്. അതായത് അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസിയുടെ എല്ലാം തലപ്പത്ത്, ഹെഡ് ഓഫ് ദി ഇൻ്റലിജൻസ് ആണ്. അവരാണ് ഇന്ന് രാജിവെച്ചിരിക്കുന്നത്. പറയുന്ന കാരണം ഭർത്താവിന് എല്ലിന് ക്യാൻസർ, ബോൺ ക്യാൻസറാണെന്ന് പറയുന്നുണ്ടെങ്കിലും പുറമെ വരുന്ന വിവരം ഈ തുളസി പണ്ടേ ഇറാൻ യുദ്ധത്തിന് എതിരായിരുന്നു. ഇപ്പോൾ ഒരു പക്ഷേ ക്യൂബയെ ആക്രമിക്കുന്ന ഒരു രംഗം കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കാം ഇവർ പിൻവാങ്ങുന്നേ എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഫെഡറൽ റിസർവ് ചെയർമാൻ, നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണർ എന്നൊക്കെ പറയുന്ന ആ സ്ഥാനത്തുള്ള ജെറമി പവൽ ഇന്ന് രാജിവെക്കുകയാണ്. ട്രംപിൻ്റെ ഭരണകൂടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കൊഴിഞ്ഞുപോക്കാണ്. അദ്ദേഹം രാജിവെച്ചിട്ട് വാർഷ് എന്ന്, ഒരു പക്ഷേ ട്രംപ് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം ഭീഷണിപ്പെടുത്തിയോണം. കാരണം
റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്ന ഇവിടുത്തെ ഫെഡറൽ റിസർവ് ചെയർമാനെ പ്രസിഡന്റിന് പിരിച്ചുവിടാനുള്ള അധികാരമില്ല. അതൊരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. അവരാണ് ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്നത്. കാരണം അവരൊരു 0.5% ഫെഡറൽ റിസർവിൻ്റെ ആ ഒരു പലിശ നിരക്ക് കുറച്ചാൽ ലോകം വിറയ്ക്കും. അതാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത. അപ്പം അത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഭൂമി ഇതിൻ്റെ വില കൂടും. പക്ഷേ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം നിലനിൽക്കുമ്പോൾ നമുക്ക് ഇത് കുറയ്ക്കാൻ പറ്റില്ല. കാരണം അത് കയറ്റി വെച്ചിരിക്കുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ഒരു ഫാക്ടറാണ്, പിന്നെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം അത് വേറൊരു ഫാക്ടറാണ്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചാൽ ഭൂമിയുടെ വില കൂടും, സ്ഥലത്തിൻ്റെ ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ വില കൂടും. ട്രംപിന് ആ റിയൽ എസ്റ്റേറ്റിൻ്റെ വില ഇങ്ങോട്ട് പൊക്കണം. പക്ഷേ അത് സമ്പദ് വ്യവസ്ഥനെ ഇടിച്ച് പോയി താഴ്ത്തി വീഴ്ത്തുന്നത്. കാരണം എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകണം സമ്പദ് വ്യവസ്ഥ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവരെ ഫെഡറൽ റിസർവ് ചെയർമാനെ ഇൻഡിപെൻഡൻ്റ് ആക്കിയിട്ടൊരു അതോറിറ്റി ആയിട്ട് അധികാരം കൊടുത്തിരിക്കുന്നത്. അയാളുടെ മേലെ ഒരു കുറ്റം, ഒരു കേസ്, ക്രിമിനൽ കേസ് പോലും, അദ്ദേഹം ഒരു ബിൽഡിംഗ് പണിയുന്നുണ്ട് വാഷിങ്ടൺ DC-യിൽ. അത് ഇവർക്ക് വേണ്ടിയിട്ടാണ്, അതായത് ഫെഡറൽ റിസർവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ബിൽഡിംഗാണ്. ആ ബിൽഡിങ്ങിൽ നടത്തിയ പണിയിൽ അഴിമതി നടത്തുമെന്ന് പറഞ്ഞ ഒരു കേസ് വരെ കൊണ്ടുവരാൻ നോക്കി. ഇദ്ദേഹം ജെറമി പവൽ പ്രായമായിട്ടൊരു ആളാണ്. അങ്ങനെ ഗതി കെട്ടിട്ടാണ് ഇയാൾ രാജിവെച്ച് പോണേന്നാണ് പറയുന്നത്. അതിന് പകരം വരുന്ന പാർട്ടി വാർഷാണ്. ഒരു പക്ഷേ ഇദ്ദേഹം ഒരു 1% പലിശ നിരക്ക് കുറച്ചാൽ ഭൂമിയുടെ വില കയറൂടെ. അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു ഇത്. അപ്പം അമേരിക്കൻ ഭരണകൂടത്തിൽ ഒരു പെണ്ണും കൂടി കൊഴിഞ്ഞു പോകുന്നു.